കോഴിക്കോട് പേരാമ്പ്രയിൽ LDF UDF സംഘർഷം. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ LDFും UDFും റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഈ റാലികൾ വൈകിട്ട് നേർക്കുനേർ വന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത്. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റു. ഈ ചോര കൊണ്ട് ശബരിമല സ്വർണ്ണമോഷണം മറക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും പറഞ്ഞു. നാളെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് KPCC ആഹ്വാനം ചെയ്തു. ഡോക്ടറെ കാണട്ടെ. ഒരു കാര്യം ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാമോഹിക്കണ്ട. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്രൊവോക്കഡായ മോബാണ്. പ്രവർത്തകരാകെ വളരെ 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 പ്രതിഷേധിച്ച് നിൽക്കുകയായിരുന്നു. അവരെ ശാന്തമാക്കുകയാണ് MP ചെയ്തത്. ഞാനും MPയും പോയി ശാന്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പോലീസ് ഒരു പ്രകോപമില്ലാതെ വന്നിട്ട് അടിക്കുകയായിരുന്നു. ഷാഫി പറമ്പിൽ MPയെ നോക്കിയടിക്കുകയായിരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിൽ MP ആണെന്നതിനകത്ത് ഒരു പോലീസുകാരനും പേരാമ്പ്രയില്ല. ഒരു DYSP സുനിലുണ്ട്. അവിടുത്തെ ഈ CPM ഏരിയ സെക്രട്ടറിയേക്കാൾ തരം താഴ്ന്നു വരുന്നു. നിരവധി തവണ ഞങ്ങൾ പറഞ്ഞു ഈ പ്രകടനം ഒന്ന് സമാധാനമായി ഞങ്ങൾ അവസാനിപ്പിച്ചോട്ടെ, പിരിഞ്ഞു പോയിക്കൊള്ളാം. അതിനൊന്നും അനുവദിക്കാതെ പോലീസ് അങ്ങോട്ട് തല്ലിയാണ്. തല്ലിയത് ആദ്യം തന്നെ ഷാഫിയാണ്. MP ആണെന്ന് അറിഞ്ഞിട്ടും മൂക്കിന് തല്ലി, തലയ്ക്ക് തല്ലി, മുഖത്ത് തല്ലി, രക്തം വാർന്നു. എത്രയോ രക്തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്ത് പോയി. T. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇപ്പോൾ DCC പ്രസിഡന്റ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ സമാധാനപരമായി പ്രതിഷേധം നടത്താനായിരുന്നു ഉദ്ദേശമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പോലീസുകാരായിരുന്നോ ഈ പ്രവർത്തകരെയും MPയെയും ഒക്കെ മർദ്ദിച്ചത്? എന്താണ് അവിടെ നടന്നത്? അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇന്നലെ തന്നെ ഇവിടെ പേരാമ്പ്രയിൽ ഒരു സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി പ്രാദേശികമായ ഹർത്താൽ UDF പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഒരു പ്രകടനം പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത്. പക്ഷേ ഈ പ്രകടനത്തിന് സമീപത്തായി തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രകടനം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അവിടെ സംഘടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ പറയുന്നതനുസരിച്ച് തങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഒരു പ്രശ്നമുണ്ടാകേണ്ട എന്ന് കരുതിക്കൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ MPയും DCC അധ്യക്ഷനും ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് അവിടെ പ്രവർത്തകരെ ഉൾപ്പെടെ തടയുകയായിരുന്നു. പിന്നീട് സംഘർഷമുണ്ടായപ്പോൾ തങ്ങളെ തിരഞ്ഞുപിടിച്ച് പോലീസ് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് DCC അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഷാഫി പറമ്പിലിന്റെ മൂക്കിനും തലയ്ക്കും ലാത്തി കൊണ്ട് പോലീസ് മർദ്ദിച്ചു. MP ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോലീസ് മനഃപൂർവ്വം ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് DCC അധ്യക്ഷൻ തന്നെ പറയുന്നു. ഷാഫി പറമ്പിൽ ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഉൾപ്പെടെ രക്തമൊഴുകിക്കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. അല്പസമയം മുൻപ് അദ്ദേഹത്തിന് ചികിത്സ നൽകിയിട്ടുണ്ട്. ഇനി അരമണിക്കൂറിനകം CT സ്കാൻ ഉൾപ്പെടെ എടുക്കുമെന്നുള്ളതാണ് അറിയിച്ചത്. അതിനുശേഷമായിരിക്കും ഷാഫി പറമ്പിലിന്റെ ആരോഗ്യം സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് DCC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ MPക്കൊപ്പം മറ്റ് പ്രവർത്തകർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഒരു പ്രവർത്തകന്റെ കണ്ണിന് കാര്യമായ പരിക്കുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചശക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ DCCയുടെ മുന്നിൽ നിന്നും ഒരു പ്രതിഷേധ പ്രകടനം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം നാളെ രാവിലെ IG ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധ സംഗമം തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് അറിയിച്ചത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയും ഈ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഷാഫി പറമ്പിൽ MPക്ക് ഒപ്പമുണ്ട്. അവർ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ ആക്രമണമാണ് ഉണ്ടായത്. പോലീസ് നരനായാട്ടാണ് നടത്തിയത്, ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം എന്നുള്ളത് ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MP ഇങ്ങോട്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മറച്ചുവെക്കാൻ ഈ രക്തം കൊണ്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ചികിത്സയ്ക്ക് ശേഷം
അദ്ദേഹം കടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെയാണ് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുക. മറ്റു കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുമുണ്ട്. കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇവിടെയൊക്കെ ചികിത്സയിലുണ്ട്. പലർക്കും കൈക്കുൾപ്പെടെ കാര്യമായ പരിക്കുമുണ്ട്. നാളെ DCCയുടെ നേതൃത്വത്തിൽ ഒരു നേതൃയോഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെ മാറ്റിവെച്ചുകൊണ്ടാണ് IG ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുള്ളത്.